ഹായ്, ഞാൻ സുബേഷ് പത്മനാഭൻ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ പ്രാക്ടീസിനെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ സബ്ജക്റ്റാണ്. അതായത് ബേസിക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കുറേ കാര്യങ്ങൾ സ്കെച്ച് ലെവലിൽ പഠിച്ച് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. അതായത് രേഖകൾ, പല രീതിയിലുള്ള രേഖകളുണ്ട്. അതിൽ ആ രേഖകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, അപ്പോൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ആ രേഖകൾക്ക് ഉണ്ടാകുന്ന മാറ്റം, ലൈറ്റ്, ഷെയ്ഡ്, ഇതൊക്കെ രേഖകളെ ബാധിക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഓരോ ലൈൻ സ്കെച്ചിൽ പോലും ലൈറ്റും ഷെയ്ഡിനും വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ പ്രാധാന്യമുള്ളൊരു ഘടകമാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് സ്കെച്ചിൽ പോലും. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് രേഖകൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളതിനെ പെൻസിൽ ഉപയോഗിക്കുന്നത്, പെൻസിൽ കൺട്രോൾ, നമ്മളെ പ്രഷർ കൺട്രോൾ, നമ്മളെ കൈയിൻ്റെ ചലനം, അതുപോലെ നമ്മളെ പ്രഷർ കൺട്രോൾ മീൻസ് നമ്മൾ കൈയിൻ്റെ ശക്തമായി ഉപയോഗിക്കേണ്ട രീതികളുണ്ടാവും, ശക്തി കുറച്ച് ഉപയോഗിക്കേണ്ട ഭാഗങ്ങളുണ്ടാവും. ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുക. നമ്മൾ അതിലേക്ക് കിടക്കുകയാണ്. ഞാൻ കുറച്ച് അതിൻ്റെ ഉദാഹരണങ്ങൾ കാണിച്ചതുകൊണ്ട് നമുക്കത് വരച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ ചില രേഖകൾ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് കൂടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമുക്ക് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് റഫായിട്ടുള്ള നോട്ട്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലൈനിൻ്റെ പ്രത്യേകതയാണ്, ലൈൻസിൻ്റെ പ്രത്യേകത, രേഖകളുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. പലതരത്തിലുള്ള രേഖകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ പെൻസിലുകളൊന്ന് പരിചയപ്പെടുത്താം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റെല്ലറിൻ്റെ പെൻസിൽ, അതുപോലെ സാധാരണ 2B, പിന്നെ ഇത് ഒരു ലെഡ് പെൻസിലാണ്. 0.7 ആണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സാധനത്തിന് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പെൻസിലാണ്. കാരണം ലെഡ് നമ്മൾ പവർ, കൈക്ക് ശക്തി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലെഡിനേക്കാൾ ഉത്തമം ഇതായിരിക്കും, ഇങ്ങനെയുള്ള പെൻസിലുകളായിരിക്കും. കാരണം എത്ര വേണമെങ്കിലും നമുക്ക് പ്രഷർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ പെൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ രേഖകൾ നമ്മൾ എങ്ങനെ തിക്ക് ആൻഡ് തിൻ ആയിട്ടുള്ള രേഖകൾ, എന്താണ് തിക്ക് ആൻഡ് തിൻ എന്നുള്ള സാധനം അല്ലേ. ഇപ്പോൾ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഇങ്ങനെയുള്ള ഒരേ ലൈൻസാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കട്ടി കൂടിയും കുറഞ്ഞും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പെൻസിലോട് ഞാൻ കാണിച്ചു തരാം കുറച്ചുകൂടി വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ ഒരു പ്രഷറിൻ്റെ കൺട്രോള് കട്ടി കുറഞ്ഞും കട്ടി കൂടിയിട്ടാണ് വരുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ലൈനിൽ അല്ലെങ്കിൽ രേഖകളിൽ നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യൽ സാധാരണ. അപ്പോൾ ഒരു വളഞ്ഞ വേവ്സ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് കുഴിഞ്ഞു പോകുന്ന ഭാഗത്ത്, ലൈറ്റ് തട്ടാത്ത ഭാഗത്ത് തിക്കായിട്ടുള്ള ലൈൻസും, കട്ടി കുറഞ്ഞ നേരിയ ലൈൻസും, ഈ രീതിയിലാണ് നമ്മൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പം ലൈനിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൺട്രോളിങ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഒരു വട്ടം വരയ്ക്കുമ്പോൾ നമ്മൾ നേരെ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ അറിയാം നമുക്ക് അല്ലേ. നമ്മളൊരു ഫേസ് വരയ്ക്കുമ്പോൾ പോലും അതിൻ്റെ ലൈറ്റ് കാണിച്ചിട്ട് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ഉണ്ടാവും. ഇതിൽ ഏറ്റവും താഴെ ഭാഗത്ത്, അതായത് വെളിച്ചം വിടുന്ന് വരുന്ന സമയത്ത് വെളിച്ചം തട്ടാത്ത ഭാഗത്ത് അതിൻ്റെ ഷെയ്ഡ് കാണിക്കുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കുന്ന സമയത്ത് വെളിച്ചം കുറയുന്ന ഭാഗത്ത് നല്ല ഷെയ്ഡ് ഉണ്ടാവും, വെളിച്ചത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അതേപോലെ തന്നെ നമ്മൾ
രേഖകളിൽ ഈ നിഴലും വെളിച്ചവും കൃത്യമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ ഉള്ള ലൈൻസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇത്തരം രേഖകളാണ് നമ്മൾ ഈ ചിത്രം വരയിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നേരത്തെ നമ്മൾ വൃത്തങ്ങൾ വരച്ചു, സ്ക്വയർ വരച്ചു, ഇതൊക്കെ നമ്മൾ ഒരൊറ്റ രേഖകളിലാണ് ഒതുക്കുന്നത്. നമ്മൾ ഈ രേഖകൾ ഒരൊറ്റ കൃത്യമായ രേഖകൾ വെച്ച് പോകണമെന്നില്ല. നമ്മൾ ഒരുപാട് രേഖകളിൽ നിന്ന് ആ വൃത്തത്തിന് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. അതിന് ക്ലിയർ ആവുന്ന രീതിയിൽ ഉണ്ടോ? മറ്റേ നേരത്തെ വരച്ച വൃത്തത്തിൻ്റെ അന്നുള്ള വ്യത്യാസം കണ്ടില്ലേ? ഈ വ്യത്യാസമാണ് നമ്മൾ ഈ രേഖകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് കൃത്യമായ രേഖകൾ പിന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മൾ ഒറ്റയടിക്ക് ആ ഷേപ്പിൻ്റെ അകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലേക്ക് അതിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിപ്പോൾ സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ രേഖകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വേണ്ട രേഖകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് വര തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലേ, ഈ സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ അകത്ത് തന്നെ ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ആ ചിത്രത്തിൻ്റെ ഒരു പെർഫെക്ഷൻ അതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അത് ഇതിൽ കിട്ടുന്നില്ല. അത് കൃത്യമായൊരു സ്കെയിൽ വെച്ച വരകൾ മാത്രം ഫീൽ ചെയ്യുന്നുള്ളൂ അല്ലേ. പിന്നെ ഈ വരച്ച വരകളിൽ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ആവശ്യമുള്ള വരേനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട് അല്ലേ. ഈ സ്ക്വയർ വരയ്ക്കുന്ന സമയത്ത് ആവശ്യമുള്ള വരേനേക്കാൾ കൂടുതൽ ഇതിൻ്റെ അത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൈയിൻ്റെ ചലനം ഒക്കെ ഒന്ന് ഫ്രീ ആവുകയും ചെയ്യും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടാത്ത സാധനങ്ങളാണെങ്കിൽ എറൈസർ കൊണ്ട് അത് കട്ട് ചെയ്യാം അല്ലേ. ഈ ഭാഗങ്ങൾ മാത്രം, ആവശ്യമുള്ള ഭാഗം മാത്രം അതിൻ്റെ അകത്ത് എടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള മെക്കാനിക്കലായിട്ടുള്ള ഒരൊറ്റ രേഖകളിൽ തീർക്കുന്ന ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് പലപ്പോഴും വട്ടം വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലർക്കും വട്ടം വരയ്ക്കാനും നല്ലൊരു നീളത്തിലുള്ളൊരു വര വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്നും എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ വരച്ച് പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, നമുക്കത് ഉണ്ടാക്കി കൊണ്ടുവരാം. എങ്ങനെയാണ്, പല വരകളിൽ കൂടെയും അത് ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ബാക്കിയുള്ള ഈ വരകൾ അവിടെ കിടക്കൂലേന്ന് അല്ലേ. ആ വരകൾ അവിടെ കിടക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ഈ ഒരു വര വരച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ നേരത്തെ ഈ ഒരു വര വരയ്ക്കുന്നതിന് മുമ്പ് ഒരു 3-4 റൗണ്ട് അടിച്ചു അല്ലേ. അതിൽ നിന്ന് തെറ്റിപ്പോയ വരകളാണ് കൂടുതൽ. തെറ്റിപ്പോയ വരകളിൽ നിന്ന് പുതിയൊരു വര ഉണ്ടാക്കുകയാണ് നമ്മൾ അല്ലേ. അത് ശരിയായ വര എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഈ ശരിയായ വര വരച്ചാൽ പോരെ എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത്. ഈ ശരിയായ വര, ഈ തെറ്റായ വരകൾ ഈ ശരിയായ വരയ്ക്ക് വേണ്ടിയുള്ള വഴികാട്ടിയാണ്. അതായത് നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ആ തെറ്റായ വരകളാണ് നമ്മൾ കൃത്യമായി വരയ്ക്കാനുള്ള ഒരു റൂട്ട് കാണിച്ചു തരുന്നത് അല്ലേ. ഇതിപ്പോൾ ഏതാണ്ട് നമ്മൾ കൈകൊണ്ട് വരച്ചൊരു കൃത്യമായ വട്ടാണ്. നേരത്തെ വരച്ച വരകൾ എന്ത് ചെയ്യാം, ഇനി അതായത് നമ്മൾ കൃത്യമായ വര വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എറൈസർ വെച്ച് മായ്ക്കാം. ഞാനിപ്പോൾ അത് മായ്ക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ വരകൾ ഒരു ഷേപ്പിലേക്ക് എത്തുന്നത് പല വരയ്ക്കുന്ന രീതി ഒന്ന് കണ്ടോളൂ. ഈ രീതിയിലാണ് നമ്മൾ സ്കെച്ചിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരൊറ്റ വരയിൽ നമ്മൾ ഒരിക്കലും തീർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വരയിൽ കൂടി അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതിന് ഞാനിനി ഒരു കാര്യം ചെയ്യാം. ഒരു ചിത്രം വരച്ചുകൊണ്ട് ആ ചിത്രത്തിലേക്ക് ആ രേഖകൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മളൊരു പക്ഷി
യുടെ ചിത്രമാണ് വരയ്ക്കുക, ഒരു ബേർഡിൻ്റെ ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ഒരു ചിത്രം എൻ്റെ കയ്യിലുണ്ട്, അത് നോക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് സ്കെച്ച് ചെയ്യാൻ പോകുന്നത്. ആ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് അത് അപ്പടി അങ്ങനെ തന്നെ നോക്കി അതിൻ്റെ കണ്ണ്, അതിൻ്റെ കൊക്ക് അങ്ങനെ നേരെ നേരെ വരയ്ക്കാൻ പോകുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഒക്കെ നോക്കാം. ഈ ഒരു പക്ഷിയുടെ ചിത്രമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡ്രോയിങ് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി അത് അതിൻ്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മളെ പണി. അപ്പോൾ ഞാൻ വരച്ച രേഖകൾ നോക്കുക, ഒന്നും ഒറ്റ രേഖകളും കൊണ്ട് തീർത്തില്ല, അനേകം രേഖകൾ വരച്ച് അതിൻ്റെ അകത്തൂടെയാണ് ചിത്രത്തിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ രേഖകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ലൈറ്റും ഷെയ്ഡും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, രേഖകൾ, അത് പെന്നായാലും പെൻസിലായാലും, അത് നമ്മൾ മുന്നോട്ട് ക്ലാസ്സുകൾ പോകുന്ന സമയത്ത് ക്ലാസ്സുകളിൽ പെയിൻ്റൊക്കെ ചെയ്യാൻ തുടങ്ങും. ആ പെയിൻറ് ചെയ്യുന്ന സമയത്ത് പോലെ ഈ സ്കെച്ചിൻ്റെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ സ്കെച്ച് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്കെച്ചിൻ്റെ അകത്ത് നന്നായി സ്റ്റഡി ഉണ്ടാവുക, നന്നായി ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കീപ്പ് ചെയ്തുകൊണ്ട് ആ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ അനുസരിച്ച് നമ്മൾ ആ സ്കെച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.